ജനുവരിയിൽ ആരംഭിക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിൻ്റെ ഭാഗമായി കനകക്കുന്നിൽ ഒരുക്കിയ മൂൺ മ്യൂസിയം കാണാനുള്ള ആളുകളുടെ തിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. വർഷത്തോളം പരിശ്രമിച്ച് നാസ സ്ഥാപിച്ച ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്റർ ക്യാമറ പകർത്തിയ യഥാർത്ഥ ചിത്രങ്ങൾ കൂട്ടിയിണക്കി അമേരിക്കയിലെ ആസ്ട്രോണമി സയൻസ് സെന്ററിൽ വെച്ച് ബ്രിട്ടീഷ് കലാകാരനായ ലൂക്ക് ജെറം നിർമ്മിച്ച ലോകപ്രശസ്തമായ മ്യൂസിയം ഓഫ് മൂൺ കനകക്കുന്നിലൊരുക്കിയപ്പോൾ വിസ്മയ പ്രദർശനത്തിന് സാക്ഷിയായത് അമ്പരപ്പിക്കുന്ന ആൾക്കൂട്ടം. 3 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ 7 മീറ്റർ വ്യാസമുള്ള ഈ ചാന്ദ്രഗോളം ലോകത്തിന്റെ വിവിധയിടങ്ങളിലെ പ്രദർശനത്തിന് ശേഷമാണ് കനകക്കുന്നിലെത്തിയത്. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തെയും കാഴ്ച വിരുന്ന് കാണികൾക്കൊരുക്കിയത് ദൂരക്കാഴ്ചയിൽ മാത്രം കണ്ട ചന്ദ്രൻ കൺമുന്നിൽ നിൽക്കുന്ന അനുഭവം. Science Festival to help launch the festival with my artwork, the Museum of the Moon, and this sculpture of the moon has taken me 15 years to create, and it's all created out of NASA imagery, so it's a replica of the moon that's 500,000 times smaller than the real thing. So 1 centimeter on its surface represents 5 kilometers. It's all, so you can see all the craters and mountains and valleys, and it's here just for tonight, but also it will then be as part of the Global Science Festival presented for a month between the 15th of January and the 15th of February. So it's there around for a month for people to come and visit, and I hope people enjoy coming to see the moon and having their close encounter. Yeah, so we've got a Mars sculpture that's also going to be presented, and it's quite similar to this but very red. You'll see it in January when you get to see it. It's been really interesting, the response. I saw a little girl came up to me and she asked me if I would put the moon back afterwards. So she thought we'd stolen the real moon, and I had to say I would definitely put the moon back afterwards, so there's nothing to worry about. പുതിയ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വെനവർ ദർ ഈസ് എന്താ പറയുക, ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്താൽ പോലും കനകക്കുന്ന് പ്രദേശങ്ങൾ ചെയ്താൽ ഒത്തിരി ആൾക്കാർ വരുന്നതിൻ്റെ കാര്യം അതാണ്. സർക്കാർ കൂടുതലായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ഔട്ടിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കണം. വാട്സാപ്പിലൊക്കെ വന്നായിരുന്നു, സ്കൂൾ ഗ്രൂപ്പിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെ ആഗ്രഹിച്ചു വന്നതാണല്ലേ? നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? പ്രതീക്ഷയോട് പക്ഷെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ലായിരുന്നു. നല്ല കൊള്ളാം, അടിപൊളിയാണ്. നീ കുറച്ചുകൂടി അതിൻ്റെ ഓരോ പോയിന്റുകളൊന്നും പോയിന്റ് ഔട്ട് പേരുകൾ കാണിക്കുന്ന ഒരു സംവിധാനങ്ങൾ ഉണ്ടായത് നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി എഡ്യൂക്കേഷൻ പർപ്പസിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ചന്ദ്രന്റെ മറുപുറവും കനകക്കുന്നിലൊരുക്കിയ ഭീമൻ മാതൃകയിൽ വ്യക്തമാക്കുന്നുണ്ട്. ടെലിസ്കോപ്പിലൂടെ ഗോളാകാരത്തിലൂടെ കണ്ട ചന്ദ്രന്റെ വിശേഷണങ്ങൾ അടുത്തുനിന്ന് കാണാൻ നിരവധി ആളുകളാണ് ചന്ദ്രൻ ഉദിച്ച ദിക്കിലേക്ക് ഒഴുകിയെത്തിയത്. ആലപ്പുഴയിൽ വരെയാണോ ഇത് കാണാനായിട്ട്? ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വരണമെന്നൊക്കെ പ്ലാൻ ചെയ്തല്ലേ? വളരെ നല്ല അനുഭവമായിരുന്നു, വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരുന്നു. സയൻസ് ഫെസ്റ്റിനും വരും? തീർച്ചയായും വരും. പടത്തിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇതിപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഒരു പോവാം, നല്ലൊരു ഇതാണ്. അങ്ങനെ ക്രിയേറ്റേഴ്സും എല്ലാം അതുപോലെ ക്രിയേറ്റ് ചെയ്തേക്കാണെന്ന് അറിഞ്ഞു. അപ്പോൾ അത് പിള്ളേർക്ക് കാണുമ്പോൾ അത് ഒറിജിനലിൻ്റെ മീൻസ് അതേപോലെ കാണുന്നത് നല്ലതല്ലേ? വളരെ നന്നായിട്ടുണ്ട്. ഇത് മുമ്പ് ലണ്ടനിൽ വന്നപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞായിരുന്നു. അപ്പം നാച്ചുറലി കേരളത്തിൽ വരുമ്പോൾ മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ വന്നത്. അതെ അതെ അതെ, അതെ അതെ, കൊള്ളാം. റമീസ് മുഹമ്മദ്, ETV ഭാരത്, തിരുവനന്തപുരം.